അതിർത്തി ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് താൽക്കാലിക താമസരേഖകൾ, പഠന ജോലി പെർമിറ്റുകൾ എന്നിവ റദ്ദാക്കാൻ അനുവദിക്കുന്ന പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ കാനഡ അവതരിപ്പിച്ചു. 2025 ജനുവരി 31 മുതൽ പ്രാബല്യത്തിൽ വന്നതും കാനഡ ഗസറ്റ് സെക്കൻഡിൽ വിജ്ഞാപനം ചെയ്തതുമായ മാറ്റങ്ങൾ ഇമിഗ്രേഷൻ അഭയാർത്ഥി പൗരത്വ കാനഡ നടപ്പിലാക്കും. പുതിയ നിയമങ്ങൾ ഇലക്ട്രോണിക് യാത്രാ അംഗീകാരങ്ങൾ, വർക്ക് പെർമിറ്റുകൾ, പഠന പെർമിറ്റുകൾ, താൽക്കാലിക റെസിഡന്റ് വിസകൾ എന്നിവയ്ക്ക് ബാധകമാണ്. പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഇമിഗ്രേഷൻ ബോർഡർ സർവീസ് ഓഫീസർമാർക്ക് ഓരോ കേസും അനുസരിച്ച് ETA-കളും TRV-കളും റദ്ദാക്കാൻ അധികാരമുണ്ട്. ജോലി അല്ലെങ്കിൽ പഠന പെർമിറ്റിന് അപേക്ഷിച്ചതിനു ശേഷം നിരസിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇമിഗ്രേഷൻ രേഖകളും റദ്ദാക്കാവുന്നതാണ്. സന്ദർശകർ, തൊഴിലാളികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്നീ നിലകളിൽ രാജ്യത്ത് താൽക്കാലിക താമസം അനുവദിച്ചിട്ടുള്ള വിദേശ പൗരന്മാർ ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജി പ്രൊട്ടക്ഷൻ ആക്ടിനും ചട്ടങ്ങൾക്കും കീഴിലുള്ള പ്രവേശനക്ഷമതയും യോഗ്യതാ ആവശ്യകതകളും പാലിക്കണം. കാനഡയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അവരുടെ രേഖകൾ റദ്ദാക്കപ്പെട്ടാൽ യാത്രക്കാരെ വിമാനത്താവളത്തിലേക്ക് തന്നെ തിരിച്ചയച്ചേക്കാം.